26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ബാബ വാങ്ങിയുടേതായി ലോകത്തെ ഞെട്ടിച്ച പല പ്രവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ബാബയുടെ പ്രവചനങ്ങൾ ശരിവയ്ക്കും തരത്തിലാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളും മിഡിൽ ഈസ്റ്റിലെ അവരുടെ സഖ്യകക്ഷികളുടെ ഗൂഢാലോചനകളും വീണ്ടും സമാധാനം ഉടനെന്ന് കരുതിയ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ കുതിക്കുന്ന തന്ത്രങ്ങൾ മെനയുന്ന ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 11 പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ മിസൈൽ റഡാർ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ പ്രകോപനപരമായ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ താവളങ്ങൾക്കും അവരുടെ തന്ത്രപ്രധാനമായ സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം കേവലം ഒരു സൈനിക പ്രതികരണം മാത്രമായി കാണാൻ സാധിക്കില്ല. മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ അചഞ്ചലമായ പോരാട്ട വീര്യത്തിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം. ഇറാന്റെ മുഴുവൻ സൈനിക ശേഷിയും തങ്ങൾ തുടച്ചു നീക്കിയെന്നാണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ. അമേരിക്കൻ താവളങ്ങളിലേക്ക് കുതിച്ചുപാഞ്ഞ ഇറാനിയൻ മിസൈലുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ പ്രവചനങ്ങൾ അടങ്ങിയ സ്റ്റിക്കറുകൾ യുദ്ധതന്ത്രപരമായ പ്രതിരോധത്തിന്റെ പ്രഖ്യാപനമാണ്. ഇപ്പോൾ നടക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക ആക്രമണങ്ങൾ മറ്റൊരു യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, പാരിസ്ഥിതിക ബുദ്ധിമുട്ട് തുടങ്ങി പലവിധത്തിലുള്ള ആശങ്കകൾക്കാണ് ഈ യുദ്ധം ലോകമാകെ തുടക്കമിട്ടിരിക്കുന്നത്. ബാബയുടെ 2026 മഹായുദ്ധം സംഭവിക്കുമെന്ന പ്രവചനം യാഥാർത്ഥ്യമാവുകയാണോ എന്നാണ് ഇപ്പോഴുള്ള ചർച്ചകൾ. വാങ്ക പറയുന്നതനുസരിച്ച് ഒരു മഹായുദ്ധത്തിന് തുടക്കം കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന സംഘർഷാവസ്ഥയിൽ നിന്നായിരിക്കും. ഇപ്പോൾ സമാധാന കരാറുകൾ എല്ലാം കാറ്റിൽ പറത്തി വീണ്ടും അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ ആക്രമണം എങ്ങനെ അവസാനിക്കും എന്ന് തന്നെയാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. വാങ്കയുടെ പ്രവചനങ്ങളെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത് നിലവിലെ ആക്രമണങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുമെന്നും അത് മഹായുദ്ധത്തിലേക്ക് എത്തും എന്നതുകൂടിയാണ്. ബാബയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന യുദ്ധം ലോകത്തിന്റെ എല്ലാ കോണുകളിലും അതിരൂക്ഷമായി ബാധിക്കുമെന്നുകൂടിയുണ്ട്. അതുകൂടാതെ യൂറോപ്പിലെ ഭൂമി പൂർണ്ണമായും തരിശുഭൂമിയായി മാറും. സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികളിലേക്ക് ഈ സാഹചര്യം വഴിയൊരുക്കും. ഇത്തരം പ്രവചനങ്ങൾ പറയുമ്പോൾ ഞെട്ടലോടെയല്ലാതെ നമുക്കിത് കേൾക്കാൻ പറ്റില്ല. ബാബ വാങ്ക പറയുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ ലോകത്ത് തന്നെ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നാണ്. പല യുദ്ധങ്ങളെക്കുറിച്ചുള്ള രാസയുദ്ധ ആക്രമണങ്ങളെക്കുറിച്ചും വാങ്ക മുന്നറിയിപ്പ് നൽകിയതും ആശങ്ക ഇരട്ടിയാക്കുന്നു. പ്രവചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ലോക ജനസംഖ്യ ഇതോടെ ഗണ്യമായി കുറയുന്നതിനും സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഇതെല്ലാം വെറും പ്രവചനങ്ങൾ മാത്രമായി കാണാൻ സാധിക്കില്ല. കാരണം ലോകത്തെയാകെ ആശങ്കയിൽ ഉയർത്തി ഇപ്പോൾ ഒരു സമയത്തിനു ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുന്ന ഈ യുദ്ധസന്നാഹം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ബാബ വാങ്കിയുടെ പ്രവചനം ഭയക്കുകയാണ്. ഇത് സത്യമാണോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ഒപ്പം ആശങ്കയുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.